മാതാവേ, നീ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠവും ശുദ്ധവും ശ്രേഷ്ഠവുമായ സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പരിശുദ്ധമാണ്. എന്റെ രാജ്ഞി, നീ അറിയിക്കുന്നതുപോലെ എല്ലാ മനുഷ്യരും നിന്നെ അറിഞ്ഞു, സ്നേഹിച്ചു. എങ്കിലും മറിയമേ, എന്റെ ആശ്വാസം വലുതാണ്. സ്വർഗത്തിന്റെ അങ്കണങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കളും ഭൂമിയിൽ ഇപ്പോഴും നീതിമാന്മാരുമുണ്ട്. അവരുടെ ഹൃദയങ്ങൾ നിന്റെ സൗന്ദര്യത്തിലും നന്മയിലും ആഹ്ലാദിക്കുന്നു. എന്നാൽ എല്ലാറ്റിനുമുപരിയായി എല്ലാ മനുഷ്യരെക്കാളും മാലാഖമാരെക്കാളും നമ്മുടെ ദൈവം തന്നെ നിന്നെ മാത്രം സ്നേഹിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയരാജ്ഞി, ഞാനും ഒരു ദയനീയ പാപി. എന്റെ സ്നേഹം വളരെ കുറവാണെങ്കിലും നിന്നെ സ്നേഹിക്കാൻ ധൈര്യപ്പെടുന്നു. എനിക്ക് അതിലും വലിയ സ്നേഹം, കൂടുതൽ ആർദ്രമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ. നിന്നെ സ്നേഹിക്കുക എന്നത് മുൻനിശ്ചയത്തിന്റെ ഒരു വലിയ അടയാളവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം നൽകുന്ന കൃപയുമായതിനാൽ ഇത് നീ എനിക്ക് നേടണം. അതിലുപരിയായി എന്റെ അമ്മേ, ഞാൻ നിന്റെ മകനോട് കടപ്പെട്ടിരിക്കുന്ന കടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ എനിക്ക് അളവറ്റ സ്നേഹത്തിന് അർഹനാണെന്ന് ഞാൻ കാണുന്നു. അതിനാൽ അവനെ സ്നേഹിക്കുന്നത് കാണാനല്ലാതെ മറ്റൊരു ആഗ്രഹവുമില്ലാത്ത നീ ഈ കൃപ യേശുക്രിസ്തുവിനോട് വലിയ സ്നേഹം ലഭിക്കാൻ പ്രാർത്ഥിക്കുക. നീ ആഗ്രഹിക്കുന്നത് നേടുന്നവനെ അത് നേടുക. ഭൂമിയിലെ വസ്തുക്കളോ ബഹുമാനങ്ങളോ സമ്പത്തുകളോ ഞാൻ മോഹിക്കുന്നില്ല. എന്നാൽ എന്റെ ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ നിങ്ങളുടെ സ്വന്തം ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സ്വീകാര്യമായ ഒരു ആഗ്രഹത്തിൽ നീ എന്നെ സഹായിക്കാതിരിക്കുമോ? ഇല്ല, അത് അസാധ്യമാണ്. ഇപ്പോഴും ഞാൻ നിന്റെ സഹായം അനുഭവിക്കുന്നു. ഇപ്പോഴും നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ, പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൽ എന്നെ സുരക്ഷിതനായി കാണുന്നതുവരെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. അവിടെ എന്റെ ദൈവത്തെയും നിന്നെയും എന്റെ പ്രിയപ്പെട്ട അമ്മ എന്നേക്കും സ്വന്തമാക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ആമേൻ.